വിശാലിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിശാൽ വീട്ടിലെത്തിക്കോളൂ. എനിക്ക് ദേവിയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് പേടി. വിങ്ങിപ്പൊട്ടി നിൽക്കുക പാവം. ദേവിയേക്ക് ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. പോലീസുകാരെന്തേലും പറഞ്ഞു? അവർക്ക് വല്ല സൂചനയും കിട്ടിയോ? ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ശരത്ത് കരഞ്ഞെന്ന്. അത് അഭിനയമല്ലേ? കരയാൻ മാത്രമുള്ള ദുഃഖം അവനുണ്ടാവുമോ? ഏയ്, ഒരിക്കലുമില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. എന്തായാലും സംസ്കാരം ഒന്ന് കഴിയട്ടെ, ബാക്കിയൊക്കെ പിന്നെ. വേറെ എന്ത് ഞാൻ സഹിക്കും. പക്ഷെ ഇത് ഞാൻ വെറുതെ വിടില്ല. നിത്യയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അത് ചെയ്തവനെ പിടിക്കണം. പിടിക്കും. അതിനാണ് ഞാൻ ഇനി ശ്രമിക്കാൻ പോകുന്നത്. നീ വല്ലതും കഴിച്ചായിരുന്നോ? വേണ്ട. വാ, വന്ന് കഴിക്കും. ഒന്നും വേണ്ട തങ്കച്ചി, തൊണ്ടേന്ന് ഇറങ്ങില്ല. ചടങ്ങുകളൊക്കെ ആരാ ചെയ്യാൻ പോകുന്നത്? അറിയില്ല. നീ വേണം അത് ചെയ്യാൻ. അതിനുള്ള അവകാശം നിനക്കാ. അത് വേണോ? വേണം. അന്ന് ആ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഭാര്യ ആവേണ്ടവളല്ലേ നിത്യ. ആ സ്ഥാനം മനസ്സിൽ കൽപ്പിച്ചു വേണം എല്ലാം ചെയ്യാൻ. ചിതയ്ക്ക് തീ കൊളുത്തുന്നതും കർമ്മം ചെയ്യേണ്ടതും ഒക്കെ നീയായിരിക്കണം. നിത്യയുടെ ആത്മാവും അതായിരിക്കും ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കേണ്ടതാണ്. അല്ല തങ്കച്ചി, ഈ ആത്മാവുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? പിന്നെ അത് സത്യമല്ലേ? നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ അതുണ്ടാവും. ആത്മാവിന് എല്ലാം കാണാൻ പറ്റുമല്ലേ? പറ്റും. നമുക്ക് പക്ഷെ തിരിച്ച് ആത്മാവിനെ കാണാൻ പറ്റില്ല. ആത്മാവിന് എല്ലാം അറിയാം, അങ്ങനെയല്ലേ പറയാറ്? അതെ. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? അല്ല, എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. സത്യം പറ, നീയല്ലേ നിത്യ കൊന്നത്? തങ്കച്ചി, ഇല്ലാത്തൊന്നും പറയരുത്. ആകെ തകർന്നിക്കുക. അപ്പോഴും നീ ദേഷ്യപ്പെട്ടണ്ട, ഞാൻ ഒരു തമാശ പറഞ്ഞതാ. ഇങ്ങനത്തെ തമാശയൊന്നും വേണ്ട. ആരെങ്കിലും കേട്ടാ എന്നെ തൂക്കിയെടുത്തോണ്ട് പോകും. ചുറ്റും പോലീസാ. എനിക്കറിയാം നിനക്കതിന് പറ്റില്ലെന്ന്. നിത്യ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. നിത്യയുടെ സ്ഥാനത്ത് ദേവികയായിരുന്നെങ്കിൽ നീ ഒരു പക്ഷെ അത് ചെയ്തേനെ. നിത്യ ഒരിക്കലും നീ കൊല്ലില്ല. ദേവികയും കൊല്ലില്ല തങ്കച്ചി. കൊല്ലാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. ഒടുക്കത്തെ ആയുസാവും. എന്തായാലും ഞാൻ പറഞ്ഞത് മറക്കണ്ട. മരിച്ചത് സ്വന്തം ഭാര്യയാണെന്ന് വിചാരിക്കുക. എന്താ വേണ്ടെന്ന് വെച്ചാ അതൊക്കെ ചെയ്യും. പരലോകത്തെങ്കിലും നിത്യക്ക് ശാന്തി കിട്ടട്ടെ. ഞാനുണ്ട് നിന്റെ കൂടെ. ധൈര്യമായിട്ടിരിക്കും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ബോഡി ഇപ്പൊ ഹാൻഡ് ഓവർ ചെയ്യും. ഞാൻ വരുന്നില്ല, എനിക്ക് കാണണ്ട. എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഡോക്ടർ ചെയ്താൽ മതി. ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ? ഇത്തരം സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ പഠിക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും സിദ്ധു ഒരു ക്രിമിനൽ ലോയർ അല്ലേ? എന്നെ കൊണ്ട് കഴിയില്ല. എന്റെ മനസ്സ് കല്ലൊന്നുമല്ല. എന്റെ പെങ്ങളുടെ ബോഡി ഇറക്കാൻ പോകുന്നത് എനിക്കത് സഹിക്കാൻ പറ്റില്ല. സഹിച്ചല്ലേ പറ്റൂ. എന്താ? അല്ല, നമ്മളാരും വിചാരിച്ചില്ലല്ലോ ഇങ്ങനൊക്കെ സംഭവിക്കുന്നു.
അവക്ക് അത്ര ആയുസുള്ളൂ എന്ന് വിചാരിക്കും. എന്ന് നിനക്ക് പറയാം. മരിച്ചത് നിന്റെ ആരും അല്ലല്ലോ. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല.